ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സ്റ്റാർ പുളിയുടെ ജ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഈ സ്റ്റാർ പുളി അല്ലെന്നുണ്ടെങ്കിൽ നക്ഷത്രപ്പുളി എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ സീസൺ തീരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കന്നേരം ആരെങ്കിലും വിരുന്നുകാർ വരികയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് ശകലം കഴിക്കണം. അത് എന്നും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഔഷധ ഗുണമുള്ളതാണ്, ഷുഗറിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെങ്ങനെ ജ്യൂസ് അടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിത് ഫുള്ളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അന്നേരം നമ്മൾ സ്റ്റാർ പുളിയുടെ ജ്യൂസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് മാറ്റാം. നമ്മൾ ജ്യൂസ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ തരി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ അരിച്ചെടുത്തിട്ട് നമുക്ക് കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുണ്ടാക്കിയ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുപ്പിയിലോട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വിരുന്നുകാർ വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരടപ്പോ അല്ലെങ്കിൽ ഒരു അരയടപ്പോ എടുത്തിട്ട് അതിനകത്ത് വെള്ളവും ഷുഗറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കുടിക്കാവൂ. ഇത് സ്ഥിരം കുടിക്കുന്നത് ശരീരത്തിന് കേടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.